ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളതായത് ചക്കുളത്തുകാവിലെ പൊങ്കാലയാണ് നാളെ. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, മക്കൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവർ മേല് കഴുകി ഞാൻ കുളിച്ചൊക്കെ നമ്മൾ അമ്പലത്തിലേക്ക് പൊങ്കാല ഒരുക്കങ്ങൾ എവിടം വരെ ആയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പം സമയം 6:30 ആയി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മുടെ അമ്പലത്തിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. നമ്മളിതാ പോകുന്ന വഴിയാണ്. ഇത് കണ്ടു, ആറാണ്, ആറ്റുതീരത്തിൽ ഇത് ലൈറ്റൊക്കെ ഇട്ടു. അതൊക്കെ നമുക്കിതാ ഇപ്പം പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് പാലമാണ്. ഈ സ്റ്റെപ്പ് പാലം ഇറങ്ങിയാൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ നടന്നു വരുന്നത് ഈ വഴിയാണ്. വണ്ടിയൊക്കെ വരുന്ന വേറൊരു പാലമുണ്ട്, കറങ്ങി വേണം വരാനായിട്ട്. അപ്പോൾ നമ്മൾ പാലം കയറി ഇറങ്ങി ഗോപുട്ടന് ഓടുകയാണ് കേട്ടോ. അപ്പോൾ പൊങ്കാലയിൽ ആളുകളൊക്കെ വന്നു തുടങ്ങി. ദൈവമൊക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. ആ വഴി വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ആ സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങിയിട്ട് നമുക്ക് നടന്നു വരേണ്ടത് നമ്മുടെ വീട്ടിലേക്ക്. ഇനി ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കുമേ. അപ്പം നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിളിപ്പുറത്തമ്മയാണ് ചക്കുളത്തമ്മ. അപ്പം ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ, കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും ഒരുപാട് പേര് എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കണ്ടോ, വനിതാ പോലീസൊക്കെ ഇരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. പല ജില്ലകളിൽ നിന്നും, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നതാണ്. അപ്പം തമിഴ്നാട്, അന്യ സംസ്ഥാനത്ത് നിന്ന് വരെ വരുന്നതാണ്. അപ്പം എങ്ങനെയുള്ള ആളുകളാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ സ്ഥലത്തും കാണുമല്ലോ മോഷണവും പിടിച്ചുപറിയും ഒക്കെ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ കണ്ടോ, കലവും അവരവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. കലവും അടുപ്പും ഒക്കെ കൂട്ടി അവരവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാ തവണയും പൊങ്കാല ഇടുന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിലെല്ലാം കാണാനായിട്ട് പോകുന്നത്. ഇത് കണ്ടു, വീടുകളിലൊക്കെ ആളുകൾ വരും. ഓരോരുത്തർ വന്ന് വീടുകളിലുമൊക്കെ സ്ഥാനം ഉറപ്പിച്ച് പൊങ്കാല ഇടും. ചായ കുടിച്ചൊക്കെ നിൽക്കുക. പൊങ്കാലയ്ക്ക് വന്ന ആളുകളാണിതൊക്കെ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊങ്കാല ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് അടുത്ത വർഷം ഇടാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്തായാലും നമ്മളപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലം എത്താറായി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, പൊങ്കാല ഇടാൻ വരുന്നവരൊക്കെ എന്ത് ചെയ്യും, പൊങ്കാല എങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ. അതൊക്കെ ദൈവത്തിനറിയാമല്ലോ. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവം ഓരോന്ന് കണ്ടുകൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി നമുക്കാകെ ഒരു മനസ്സിലൊരിതായിരുന്നു. മക്കളുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ്. അമ്പലം എത്തി. നമ്മുടെ വീടിന് ഒരു 5 മിനിറ്റ് നടന്നാൽ നമ്മുടെ അമ്പലം എത്തും കേട്ടോ, ചക്കുളത്തുകാവ്. നമ്മുടെ സ്റ്റോപ്പും ചക്കുളത്തുകാവാണ്, നീരേറ്റുപുറം. അപ്പോൾ ഭയങ്കര തിരക്കാണ്, തൊഴാനായിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പം നാളെ പൊങ്കാല കഴിയുന്നിടം വരെ പുരുഷന്മാർക്ക് അമ്പലത്തിൽ തൊഴാൻ പറ്റത്തില്ല, സ്ത്രീകൾക്ക് മാത്രമേ തൊഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പൊങ്കാല ഇടാൻ കൂടെ വന്നവരും ഒക്കെ പുറത്ത് നിൽക്കത്തതേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾ കയറി തൊഴും. അപ്പോൾ കാണിക്കാൻ വെച്ചിട്ട് അവിടെ ഓരോരുത്തർ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നു. കണ്ടോ, ഭയങ്കര അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിലൊക്കെ കലം നിരത്തി വെച്ചിട്ടുണ്ട് ആളുകൾ. നാളെ ആകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. രാവിലെ തൊട്ട് ഇന്ന് രാത്രി തൊട്ട് മൊത്തം നല്ല തിരക്കായിരിക്കും. ഇപ്പം തന്നെ ഇത്രയും ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. നീരേറ്റുപുറം ജംഗ്ഷൻ, ചക്കുളത്തുകാവ് ജംഗ്ഷനിലൊക്കെ നല്ല തിരക്കുണ്ട്. ഓരോ വണ്ടി വന്ന് നിന്നിട്ട് നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ ഇവിടെ മൊത്തവും കണ്ട് ഓരോന്നൊക്കെ. അപ്പം ഗോപുട്ടൻ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലൊന്നും വേണമെന്നൊന്നും ആശാൻ പറയത്തില്ല. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ, അമ്മ അത് വാങ്ങിച്ചു തരുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുള്ളൂ.
അല്ലാതെ വേറൊന്നും വേണമെന്നൊന്നും അവൻ പറയത്തില്ല. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തൊരു കപ്പലിൻ്റെ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ അവന് പട്ടാണി മതി, പച്ചപ്പട്ടാണി. അപ്പോൾ അവനത് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളൊരു കപ്പലണ്ടി വാങ്ങിച്ചു. അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കുകയാണ്. ഇത് കാർത്തിക സ്തംഭം കത്തിക്കാനുള്ളതാണിത്. നമുക്കറിയാം, ഒരു നാടിൻ്റെ മൊത്തം തിന്മയും ഇതിൽ ഉണ്ട്. കാർത്തിക സ്തംഭത്തിലൂടെ ആ നാടിൻ്റെ മൊത്തം മുഴുവൻ തിന്മയും നശിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പം ദേവിയുടെ ഒരു വർഷത്തേക്ക്, അതായത് കാർത്തികയ്ക്ക്, നാളെ കാർത്തികയാണല്ലോ, അപ്പോൾ കാർത്തികയ്ക്ക് കത്തിക്കുന്ന ആ ഉടയാട അത് കഴിഞ്ഞാൽ അന്ന് തൊട്ട് പിന്നെ അടുത്ത കാർത്തിക വരെയുള്ള ഉടയാടയാണ് കത്തിക്കുക. അപ്പോൾ ഒരു വർഷത്തെ എല്ലാ ഉടയാടയും കത്തിച്ച് കളയും. അപ്പം അങ്ങനെ കത്തിക്കുന്നതിലൂടെ നാടിൻ്റെ തിന്മയും കൂടെ അതിൽ കത്തിപ്പോകുമെന്നാണ് വിശ്വാസം. അപ്പോൾ അത് കാണാനും നല്ല തിരക്കാണ്. നാളെ കാർത്തിക സ്തംഭം കത്തിക്കുന്നത് കാണാനും നല്ല തിരക്കാണ്. അപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ചക്കുളത്തുകാവ് അറിയപ്പെടുന്നത്. അത്രയേറെ തിരക്കാണ്. വിളിപ്പുറത്തമ്മയാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കോളിഫ്ലവർ വാങ്ങിച്ചു. മക്കൾ കൂടെ ഉണ്ടല്ലോ, പക്ഷെ അത്രയും ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കോളിഫ്ലവറിന്. അത് കഴിഞ്ഞ് പാനിപ്പൂരി. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമല്ല പാനിപ്പൂരി, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നാലും ഒന്ന് ജസ്റ്റ് ഒരു തവണ കഴിച്ചിട്ട് എനിക്ക് അത്രയും ടേസ്റ്റൊന്നും ഇഷ്ടമല്ല. പിന്നെ അത് ഒരു തവണ വാങ്ങിച്ചു, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും. അപ്പം ഞങ്ങൾ ഗോപുവിനും ദേവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ആ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരെണ്ണം പാഴ്സൽ വാങ്ങിച്ചു. അവരൊന്നും വന്നില്ലായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം പാഴ്സൽ വാങ്ങിച്ചു. ഗോപുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം താമേന്നും പറഞ്ഞ് പിന്നെയും അവൻ നിൽക്കുകയാണ്. ദേവുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ടിട്ട് എനിക്ക് തന്നെ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ജംഗ്ഷനിലോട്ട് പോയി, അവിടുത്തെ തിരക്കൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാനിപ്പൂരിയൊക്കെ ഗോപുട്ടൻ വീണ്ടും കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്ന് ജംഗ്ഷനിലേക്ക് പോയി. അപ്പം ജംഗ്ഷനിൽ ചെന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്നതുണ്ട് കേട്ടോ. അവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയായിരുന്നു കാണിക്കാൻ ഞാൻ അത് കണ്ടോ. പിന്നെയും ഒന്നെടുത്ത് മക്കൾ പറഞ്ഞമ്മ ഒരെണ്ണം കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി അവർ തന്നെ കഴിച്ചു. 6-7 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. 50 രൂപയ്ക്ക് 7 എണ്ണത്തോളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പാഴ്സലാണ്. ആ പാഴ്സലും എടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും ജംഗ്ഷനിലേക്ക് നടന്നു. ഉണ്ടോ, നല്ല തിരക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്കൂട്ടർ യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ വിൽക്കാൻ വെച്ചിരുന്നതാണ്. ഞങ്ങളത് വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇപ്പം നല്ല ഭംഗി തോന്നി. പക്ഷേ നമ്മളൊന്നും വാങ്ങിച്ചുകൊണ്ട് ചെന്നാൽ ഇതൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നത്. ബസ് സ്റ്റോപ്പാണിത്. ബസ് സ്റ്റോപ്പ് നമ്മളിവിടം വരെ വന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ആ ആർച്ചിന് അതൊന്ന് കാണിക്കാമെന്ന് കരുതി, ആ തിരക്കൊന്ന് കാണിക്കാമെന്ന് നമ്മൾ ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അപ്പം നാളെ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. നമുക്കൊന്നും നിൽക്കാനും ഒന്നും പറ്റത്തില്ല. അതുപോലെ വണ്ടിയൊന്നും ബ്ലോക്കായിരിക്കും, വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. പൊങ്കാല കഴിയുന്നിടം വരെ രാവിലെ 7 മണി തൊട്ട് വണ്ടി കടത്തി വിടത്തില്ല ഇങ്ങോട്ടും അങ്ങോട്ടും. ബസ് സർവീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. പൊങ്കാല കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ബസ് സർവീസൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കണ്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മളത്രയും സന്തോഷിച്ചൊക്കെ ഇരുന്നതാണ് ഇത്തവണ പൊങ്കാല ഇടാമെന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ അടുത്ത വർഷം ഇടും, അത് പ്രതീക്ഷിച്ചിരിക്കും. അത്രയും തിരക്കുണ്ട് കണ്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ നമ്മൾ വീഡിയോ അതേപോലെ ചെയ്തതാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രോസസ്സിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് വന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായൊരു മടിയൊക്കെ ഉണ്ട്. ഇത്രയും സമയമൊന്നും നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിയാകത്തില്ല. അപ്പോൾ അതിൻ്റേതായ മടിയൊക്കെ ഉണ്ട്. എന്നാൽ കൂടി ഞാനത് മോള് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്തു. നമ്മുടെ വഴി, ഈ നേരെ പോകുന്നതാണ് നമ്മളുടെ വഴി. അപ്പം നാളെ വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. ജസ്റ്റ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം നമുക്ക് രാത്രിയിൽ കാഴ്ചയൊന്നും എനിക്ക് വന്ന് കാണാൻ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൊണ്ടൊന്ന് ഇറങ്ങിയതാണ്, ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല, ജസ്റ്റ് കണ്ട് നമ്മളെപ്പോഴും വരുന്നതാണ്. എന്നാലും എന്ന് പറഞ്ഞാൽ കൂടി പൊങ്കാല എന്ന് പറയുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. അത് ഇടുമ്പോഴും ദേവിയോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നും വാങ്ങിച്ചില്ല. മക്കൾക്ക് വേറെ കളിപ്പാട്ടോ വേറെ ഒരു സാധനവും വാങ്ങിച്ചില്ല. കാരണം നാളെ വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങ് വന്നു. കാരണം ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയമായി, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സമയം രാത്രിയായി. അപ്പം നാളെ പൊങ്കാല ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗോപിട്ടൻ പറയുകയാണ് നാളെ എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു തരണമെന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ദേവു മൈലാഞ്ചി, മോതിരം അതൊക്കെ വാങ്ങിച്ചു തരണമെന്ന് പറയുന്നു. മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നാളെ വരുമ്പോൾ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.